അസമിൽ SIR ഇല്ല, പകരം സ്പെഷ്യൽ റിവിഷനാകും നടപ്പിലാക്കുക. സാധാരണയായുള്ള പരിശോധന മാത്രമാണ് നടത്തുക. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, എന്ത് നടപടിക്രമമാണ് ഇപ്പോൾ SIRന്റെ ഭാഗമായി അസമിൽ നടക്കാൻ പോകുന്നത്? പ്രതീക്ഷ SIR അല്ല, പിന്നെ സ്പെഷ്യൽ റിവിഷൻ അല്ല നടക്കുന്നത്. അതിന് പകരം ഇന്റൻസീവ് റിവിഷന് പകരം സ്പെഷ്യൽ സമ്മറി റിവിഷൻ, അതായത് സാധാരണയായി എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള SSR ആണ് ഇപ്പോൾ നടപ്പാക്കുക എന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ 12 സംസ്ഥാനങ്ങളിൽ അടുത്ത കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ ആസാമിനെ ഒഴിവാക്കിയിരുന്നു. ഇതിന് പല കാരണങ്ങളാണ് പറഞ്ഞിരുന്നത്. അതായത് അവിടുത്തെ NRC രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. NRC പട്ടിക പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് നിരവധി കേസുകൾ കോടതികളിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ SIR നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് അന്തിമമായ ഒരു NRC പട്ടിക ഇപ്പോഴും നോട്ടിഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്യാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട് ആസാമിൽ. അത് അടുത്ത കൊല്ലം പകുതിയോടുകൂടി മാത്രമേ അത്തരത്തിൽ ഒരു NRC, അതായത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ്, പൗരത്വ രജിസ്റ്റർ അവിടെ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിന്റെ രേഖകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്നൊരു ആവശ്യമുണ്ട്. SIR മാറ്റിവെക്കണം എന്നൊരു ആവശ്യം അവിടെ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. ആ ഒരു രാഷ്ട്രീയമായ സമ്മർദ്ദവും അതോടൊപ്പം തന്നെ നിയമ നടപടികളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് SIR ഒഴിവാക്കി അതിന് പകരം സ്പെഷ്യൽ റിവിഷൻ, സാധാരണയായി എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്ന സ്പെഷ്യൽ റിവിഷൻ നടത്താൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്.